മഴതോരു മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ കണ്ണ് നിറയാതെ ആർക്കും തന്നെ കണ്ടു നിൽക്കാൻ പറ്റാത്ത അത്രയും അധികം വികാര നിർഭയമായ ഒരു രംഗമായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. ബാലചന്ദ്രനും രോഹിത്തും പരസ്പരം കെട്ടിപ്പിടിച്ചങ്ങ് പൊട്ടിക്കരയായിരുന്നു. ഇതൊക്കെ കാണാൻ കാത്തിരുന്നവരാണ് എല്ലാവരും. അതുപോലെ തന്നെ ബബിതക്കുണ്ടായ ആ ഒരു വലിയ മാറ്റം, അവൾ ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം ഉണ്ടാവുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ രോഹിത് എല്ലാവരോടും ക്ഷമ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബബിതക്ക് പോലും തന്റെ സങ്കടം അങ്ങ് പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. രോഹിത്തിന്റെ നാവിൽ നിന്നും ഒരക്ഷര ക്ഷമ എന്നൊരു വാക്ക് വീഴുമെന്ന് അവരാരും ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അലീന അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നും ഒരു പക്ഷേ എല്ലാവരും മൂന്ന് വഴിയെ പോകുമായിരുന്നു എന്നും അവർക്ക് നന്നായിട്ടറിയാം. അലീന ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. പക്ഷേ വൈജയന്തിക്ക് മാത്രം ആ ഒരു സത്യം മനസ്സിലാവുന്നില്ല. അച്ഛനോടും സ്വന്തം അനുജത്തിമാരോടും ക്ഷമ ചോദിച്ചതിനു ശേഷം രോഹിത് നേരെ പോകുന്നത് വൈജയന്തിയുടെ മുറിയിലേക്കാണ്. താൻ കാരണം അമ്മ എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടുണ്ടായിട്ടെങ്കിൽ അതിനും കൂടി ക്ഷമ ചോദിക്കാനല്ലോ. അതൊക്കെ കരുതിയിട്ടാണ് അവൻ പോകുന്നത്. എല്ലാവരോടും ക്ഷമ ചോദിക്കണമെന്ന് അലീന അവനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ രോഹിത് വൈജയന്തിയുടെ മുറിയിലേക്ക് കയറി ചെന്നു. അവനെ കണ്ടപ്പോൾ എന്താടാ വന്നത് എന്ന് അവർ വളരെ ഗൗരവത്തിൽ തന്നെ ചോദിച്ചു. അമ്മ എന്നോട് ക്ഷമിക്കണം അമ്മേ, ഞാൻ കാരണം അമ്മക്ക് ഒത്തിരിയധികം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എന്ന് എനിക്കറിയാം, രോഹിത് സങ്കടത്തോടെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ വൈജയന്തിക്ക് അങ്ങ് ദേഷ്യം ഇരിച്ചു കയറി. ഉണ്ടോന്നോ? ആ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഒന്നും പറയാതിരിക്കുന്നതാ ഭേദം. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ, ആൾക്കാരുടെ മുഖത്ത് നോക്കാൻ പോലും എനിക്ക് വലിയ മടിയായിരുന്നു എന്ന് അവർ കയർത്തുകൊണ്ട് സംസാരിച്ചു. അതോടൊപ്പം തന്നെ അവിടുത്തെ നഴ്സുമാരൊക്കെ മുറിയിൽ വന്നിരുന്നു കൊണ്ട് ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയാമോ? അന്നേ ഞാൻ നിന്നോട് പറഞ്ഞതാ, ആ ഹരിയോടൊപ്പമുള്ള കൂട്ടുകെട്ട് നിനക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞ് അവർ അവനെ കുറേയധികം കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഇതൊക്കെ കേട്ടപ്പോൾ രോഹിത്തിന് വല്ലാത്ത സങ്കടം വന്നു. എന്നാലും അവൻ അതൊന്നും തന്നെ വലിയ കാര്യമാക്കാതെ, അമ്മേ സോറി അമ്മേ, ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് വളരെയധികം താഴ്മയോടെ പറഞ്ഞു. അതെ, നീ ഇനി അങ്ങനെയൊന്നും ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ നിനക്കറിയാലോ, ഇപ്പം നിനക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. നിനക്ക് എന്തായാലും ജാമ്യം കിട്ടി, നീ പുറത്തു വന്നു. പക്ഷേ ഇനി നീ എന്തെങ്കിലും കാര്യത്തിന് പോവാനായിട്ട് ഒരുമ്പെട്ടിട്ടുണ്ടെങ്കിൽ നിനക്ക് ജാമ്യം പോലും കിട്ടില്ല. എനിക്കങ്ങനെ കിട്ടുമെന്നൊന്നും തോന്നുന്നില്ല രോഹിത്തെ. മറ്റുള്ളവരെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് നീ നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞു വൈജയന്തി അവനെ കുറേയധികം വഴക്ക് പറഞ്ഞു. ഇതെല്ലാം കേട്ടപ്പോൾ അവൻ ചോദിക്കുന്നത്, അതെ അമ്മക്ക് എന്തിനാ എപ്പോഴും അലീന ചേച്ചിയോട് ഇത്രമാത്രം ദേഷ്യമെന്ന്? അമ്മക്ക് അലീന ചേച്ചിയോടൊന്ന് സൗഹൃദത്തിൽ പോയിക്കൂടെ? എന്തിനാ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അവന്റെ ഈ ഒരു ചോദ്യം വൈജയന്തിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. എങ്ങനെ ഇഷ്ടപ്പെടാനാണ്? വൈജയന്തിയുടെ ഏറ്റവും വലിയ ശത്രുവല്ലേ അലീന. അവളെ ഒരു ശത്രുവായിട്ടല്ലേ അവരെപ്പോഴും കാണുന്നതും. പെട്ടെന്ന് തന്നെ വൈജയന്തി അവനോട് ചോദിച്ചു, ഓ ഇപ്പൊ നീയും അവളോടൊപ്പം ചേർന്ന് കഴിഞ്ഞോ? അല്ല, ഈ സോറി പറയാനായിട്ട് അവളാണോ നിന്നെ ഇങ്ങോട്ടേക്ക് ഇതിൻ്റെ അകത്തേക്ക് പറഞ്ഞു വിട്ടത്? അതേ, പിന്നെ അലീന ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരോടും ക്ഷമ ചോദിക്കണമെന്ന്. ഞാൻ കാരണമുണ്ടായ ബുദ്ധിമുട്ടുകൾക്കൊക്കെ ക്ഷമ ചോദിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് അവൻ മറുപടി നൽകി. ഓ അങ്ങനെ. എടാ, ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞേക്കാം, ഈ ജന്മത്തിൽ എനിക്ക് അവളോട് ക്ഷമിക്കാനും പറ്റില്ല. നീ എന്നോട് വന്ന് ക്ഷമയും കാര്യങ്ങളൊക്കെ ചോദിച്ചു, പക്ഷേ എൻ്റെ മനസ്സിൽ അവളോട് എപ്പോഴും ദേഷ്യം തന്നെയാണെന്ന് അവർ തറപ്പിച്ചു പറഞ്ഞു. അമ്മ എന്തിനാ അലീന ചേച്ചിയോട് ഇത്രമാത്രം ദേഷ്യപ്പെടുന്നത് എന്ന് അവൻ വീണ്ടും ചോദിച്ചപ്പോൾ, ദേഷ്യമോ? അതൊന്നും നിന്നോട് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലടാ. ഇത്രയും കാലം ഇവിടെ എൻ്റെ അധികാരത്തിലായിരുന്നു കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ആ ഒരുമ്പെട്ടവൾ ഇവിടെ വന്നു കയറിയതിന് ശേഷമുണ്ടല്ലോ, അവൾ കാരണമാണ് ഈ കുടുംബത്തിൽ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത്. ഇനി എനിക്ക് അവളെ കണ്ണെടുത്ത് എൻ്റെ കൺമുന്നിൽ പോലും കാണാൻ ഒട്ടും തന്നെ ഇഷ്ടമല്ല എന്നൊക്കെ അവർ ആക്രോശിച്ചു. അവൾ ചത്ത് മണ്ണടിഞ്ഞു പോയി എന്നറിഞ്ഞാൽ മാത്രമേ എനിക്കിനി എന്തെങ്കിലും ഒരു സമാധാനം ഉണ്ടാവുള്ളൂ എന്നൊക്കെ അവരങ്ങ് കൂട്ടിച്ചേർത്തു. അത് കേട്ടപ്പോൾ രോഹിത് ചോദിക്കുന്നുണ്ട്, അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അലീന ചേച്ചി ഒരു പാവാണ്. അമ്മ ഉദ്ദേശിച്ചതുപോലെയൊന്നുമല്ല ആള്, ഒരു പാവമാണ്. ഹോ, ഒരു പാവം വന്നിരിക്കുന്നു. എടാ, നിനക്ക് നാണമുണ്ടാടാ. നീയും ബബിതയൊക്കെ ഇത്രമാത്രം മാറുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്നാലും മനുഷ്യൻ ഇങ്ങനെയൊന്നും ആവാൻ പാടില്ല എന്ന് വൈജയന്തി വീണ്ടും ദേഷ്യപ്പെട്ട് പറഞ്ഞു. അമ്മയ്ക്കിപ്പോഴും കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ടായെന്ന് അവൻ പറയാൻ ശ്രമിച്ചെങ്കിലും, ദേ രോഹിതെ, നീ എന്റെ കയ്യിൽ നിന്ന് രണ്ടടി അങ്ങ് വാങ്ങിക്കും. ദേ അധികം ചിലക്കാതെ ഇവിടെ നിന്ന് പോയിക്കോന്നൊക്കെ പറഞ്ഞ് വൈജയന്തി ദേഷ്യപ്പെട്ടു. അല്ലെങ്കിൽ തന്നെ ഞാൻ ഓരോന്നങ്ങ് ഇട്ടുതരുമെന്നൊക്കെ പറഞ്ഞ് അവനെ ഭീഷണിപ്പെടുത്താണ്. അമ്മയോട് പറഞ്ഞിട്ട് വലിയ കാര്യമില്ല എന്നൊക്കെ ഓർത്തുകൊണ്ട് രോഹിത് അവിടെ പറഞ്ഞപ്പോൾ, അതേടാ, ഇപ്പൊ ഈ അലീനയും അച്ഛനും മക്കളൊക്കെ ഒരൊറ്റക്കെട്ടായി, എല്ലാവരും കൂടി ഒന്നായി. ഇപ്പൊ ഞാൻ ഒറ്റക്കായി. എനിക്കറിയാം അല്ലെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവർ പരിതപിച്ചു. എടാ, അധികകാലമൊന്നും അവൾ ഈ വീട്ടിൽ വാഴാനൊന്നും പോകുന്നില്ല. അവളെ ഞാൻ ഇവിടെ നിന്നും അടിച്ചു പുറത്താക്കും, നീ അത് കണ്ടോ? അധികം വൈകാതെ തന്നെ അതൊക്കെ സംഭവിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ കുറേയധികം ചീത്ത പറയാണ് വൈജയന്തി. ഇതൊക്കെ കേട്ടപ്പോൾ രോഹിത് പിന്നെ ഒന്നും മിണ്ടാൻ പോയില്ല. എത്ര പറഞ്ഞാലും അമ്മ നന്നാവാൻ പോകുന്നില്ല എന്ന കാര്യം അവന് നന്നായിട്ട് അറിയാമായിരുന്നു. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ അലീന പതിയെ ബാലചന്ദ്രന്റെ മുറിയിലേക്ക് ചെല്ലാണ്. ആ സമയത്തിന് ബാലചന്ദ്രൻ ആകെപ്പാടെ വിഷമിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു. അവൾ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, എന്താ അച്ഛാ, എന്ത് പറ്റി?
പെട്ടെന്ന് തന്നെ അദ്ദേഹം അവിടെ നിന്നും എഴുന്നേറ്റ് വന്നു. എന്നിട്ട് അവളുടെ 2 കൈകളും തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. എനിക്ക് നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്നൊന്നും അറിയില്ല മോളെ, എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വികാരധീരനായി പറഞ്ഞു. എന്താ അച്ഛാ, എന്താ ഇങ്ങനെയൊക്കെയെന്ന് അവൾ ചോദിച്ചപ്പോൾ ശരിക്കും കുറേ നാൾക്ക് ശേഷമാണ് എൻ്റെ മനസ്സിൽ ഇത്രമാത്രം സന്തോഷം തോന്നിയത് എന്ന് അദ്ദേഹം മറുപടി നൽകി. കാരണം നീ ഈ കുടുംബത്തിൽ വന്നു കയറിയതിനു ശേഷം എനിക്ക് കുറേ അധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ നിന്നെ ഒരുപാടധികം കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ എല്ലാം അവസാനിപ്പിച്ചിട്ട് ഈ വീട് വിട്ടു പോകണമെന്ന് വരെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴുണ്ടല്ലോ, നീ ഈ കുടുംബത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങളൊക്കെ രോഹിത്തും ഭവിതയൊന്നും ഒരിക്കലും മാറുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് സംസാരിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഇതിനു മുൻപ് കുറച്ച് നാൾ മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. എന്നോട് നേരെ ചൊവ്വെന്ന് സംസാരിക്കുക പോലും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം അവൻ ഇന്ന് വന്ന് എൻ്റെ അടുത്ത് വന്ന് സോറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ കാരണക്കാരി നീ മാത്രമാണ് മോളെ. നീ കാരണമാണ് അവൻ എൻ്റെ അടുത്തേക്ക് വന്നത്. അവനും ബബിതയ്ക്കും ഉണ്ടായ ഈ ഒരു മാറ്റം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല, അദ്ദേഹം കണ്ണീരോടെ പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും അലീന പറയുന്നുണ്ട്, അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ എന്നോട് പറയുന്നത്? എന്നോട് നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല. രോഹിത് എൻ്റെ ആരാ? അവൻ എൻ്റെ അനുജനല്ലേ? മറ്റൊരു 2 പേരും എൻ്റെ അനുജിത്തിമാരല്ലേ? പിന്നെ എൻ്റെ മുന്നിൽ നിൽക്കുന്നത് എൻ്റെ സ്വന്തം അച്ഛനല്ലേ, എൻ്റെ അച്ഛൻ. അന്നേരം എന്നോട് എന്തിനാ ഈ നന്ദി വാക്കൊക്കെ പറയുന്നത് എന്ന് ചോദിക്കാൻ അലീന. നമ്മളൊരു കുടുംബത്തിലെ അംഗങ്ങളല്ലേ അച്ഛാ, അപ്പോൾ അവരെ നന്നാക്കിയെടുക്കേണ്ടത് എൻ്റെ കടമയല്ലേ? ചേച്ചിയായ എൻ്റെ കടമയല്ലേ ഞാൻ ചെയ്തുള്ളൂ എന്ന് അവൾ സ്നേഹത്തോട് ചോദിച്ചു. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോളെ, നീ ഇല്ലായിരുന്നുവെങ്കിൽ നിന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു. നീ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, സ്വന്തം പെറ്റമ്മയാണ് വൈജയന്തി. പക്ഷേ അവൾക്ക് പോലും രോഹിതിനെയോ ബബിതയോ ആരെയും മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ നീ അവരെ മാറ്റിയെടുത്ത് നിന്റെ സ്നേഹം കൊണ്ടാണ്. രോഹിത്തിനൊക്കെ ഇങ്ങനെ മാറ്റിയെടുക്കുന്നുണ്ടെങ്കിൽ ഒരു സമയത്ത് നിന്നെ ഉപദ്രവിക്കാനായിട്ട് നടന്നവനാണ് അവൻ. ആ രോഹിത്തിനെ വരെ നീ മാറ്റിയെടുക്കാൻ പറ്റിയിട്ടെങ്കിൽ അത് നിന്റെ കഴിവ് കൊണ്ട് മാത്രമാണ് മോളെ. നീ കൊടുത്ത സ്നേഹം കൊണ്ട് മാത്രമാണ് അവൻ ഇങ്ങനെ മാറ്റിയെടുത്തത് എന്ന കാര്യം എനിക്ക് നന്നായിട്ടറിയാം. ഒരു പക്ഷേ നീ ഇല്ലായിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും ഇന്ന് ഈ കുടുംബം ഇങ്ങനെ മുന്നോട്ട് പോവില്ലായിരുന്നു. രോഹിത് ആ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഈ കുടുംബം ആകെ ചിഹ്നഭിന്നമായി അങ്ങ് പോയേനെ. ഇതെല്ലാം പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുമ്പോൾ അച്ഛ കരയല്ലേ, അച്ഛനിങ്ങനെ സങ്കടപ്പെടല്ലേ എന്നൊക്കെ പറഞ്ഞ് അവൾ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. സാരമില്ല മോളെ, സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു പോയതാ. ഞാൻ ഇതൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലല്ലോ എന്ന് അദ്ദേഹം വിതുമ്പലോടെ പറഞ്ഞു. പിന്നീട് അനിയൻ രോഹിത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, ദേ ഇപ്പം എങ്ങനെയുണ്ട്, മനസ്സിലെ വിഷമങ്ങളൊക്കെ മാറിയോ? അന്നേരം രോഹിത് പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ഒത്തിരിയധികം സന്തോഷമായി അലീന ചേച്ചി. ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ നേരത്തെ തന്നെ പറയേണ്ട കാര്യമായിരുന്നു. ചേച്ചി പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഞാൻ ഇങ്ങനെ തന്നെ പറയില്ലായിരുന്നു. ഇങ്ങനെയൊന്നും പറയാൻ എന്നെ ഇതുവരെ ആരും പറഞ്ഞു തന്നിട്ടുമില്ല. അമ്മയാണെങ്കിലും എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു തന്നിട്ടില്ല. സത്യമാണ്, വൈജയന്തി എപ്പോഴും അച്ഛനോട് വലിയ ദേഷ്യമല്ലേ. അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ ചിലപ്പോൾ ഭയങ്കര കലിപ്പോട് കൂടിയാ സംസാരിക്കാറുള്ളത് പോലും. അതാണ് ഈ മക്കളും കണ്ടു വളർന്നിരിക്കുന്നത്. അപ്പോൾ അവർക്കും ആ ഒരു രീതി തന്നെയാണ് പിന്തുടരുന്നതും. അച്ഛന് വില കൊടുക്കാത്ത രീതിയിലുള്ള സംസാരവും കാര്യങ്ങളൊക്കെയായിരുന്നു ഇത്രയും കാലം അവിടെ നടന്നുകൊണ്ടിരുന്നത്. ആകെപ്പാടെ കൃഷ്ണമോള് മാത്രമായിരുന്നു നല്ല രീതിയിലൊക്കെ ബാലചന്ദ്രനോട് പെരുമാറിയിരുന്നത്. പക്ഷേ ഇപ്പോൾ അലീന എല്ലാവർക്കും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ രോഹിത്തൊക്കെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. തങ്ങൾ ഇത്രയും കാലം എങ്ങനെയാ ജീവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞു. ചേച്ചി, അതിന് എനിക്ക് നന്ദിയും കടപ്പാടും ഒക്കെ ഉള്ളത് ചേച്ചിയോടാണ്. ചേച്ചി ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ചേച്ചി എത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും ഹേയ്, അതൊന്നും സാരമില്ലടാ മോനെ, അതൊക്കെ പോട്ടെ. ഞാൻ നിന്റെ സ്വന്തം ചേച്ചിയല്ലേ. നിന്നെ നേർവഴിക്ക് നടത്തേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഇനി നല്ല രീതിയിൽ തന്നെ മോൻ മുന്നോട്ട് പോയാൽ മതി. എല്ലാത്തിനും ദേ ഈ അനുജത്തിമാരുണ്ട്, ഞാനുണ്ട്, പിന്നെ അച്ഛനുണ്ട്, എല്ലാവരും ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അവൾ അവനെ ആശ്വസിപ്പിച്ചു. അന്നത്തെ രാത്രിയിൽ ഉറങ്ങാൻ കിടന്നിട്ട് അലീനക്ക് ഒട്ടും തന്നെ ഉറക്കം വന്നില്ല. ഈ വീട്ടിലേക്ക് വന്നപ്പോൾ തൊട്ടുള്ള ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ അവളുടെ മനസ്സിലേക്ക് ഓടി വന്നു. കുറേ കാര്യങ്ങൾ അവളുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വരികയാണ്. ബബിതയും രോഹിത്തൊക്കെ തന്നോട് പെരുമാറിയതും. പക്ഷേ അന്നത്തെ ആ ഒരു ബബിതയും രോഹിത്തും ഇപ്പോൾ ഒത്തിരിയധികം മാറിയിട്ടുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോൾ അലീനയ്ക്ക് ചെറിയൊരു പനിയും ജലദോഷമൊക്കെ, ഒപ്പം വല്ലാത്ത തലവേദനയും അനുഭവപ്പെട്ടു. അവൾ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയെങ്കിലും അവൾക്കൊന്നും തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല. വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. തലവേദന കാരണം ഒരു രക്ഷയുമില്ല. പനിക്കോളാണെന്ന് അവൾക്ക് തോന്നി തുടങ്ങി. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് വരുന്നത്. അവൾ വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ അലീന ചേച്ചി, എന്താ മുഖമൊക്കെ വല്ലാതിരിക്കുന്നത് എന്ന്. ഏയ് ഒന്നുമില്ല എന്ന് അലീന പറഞ്ഞപ്പോഴേക്കും, അല്ല എന്തോ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് തൊട്ടു നോക്കിയപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു. ചേച്ചിക്ക് പനിയുണ്ടല്ലോ എന്ന് അവൾ ചോദിച്ചു. ഇല്ല മോളെ, കുഴപ്പമൊന്നുമില്ല എന്ന് അലീന പറഞ്ഞുവെങ്കിലും എനിക്കറിയാം ചേച്ചിക്ക് നല്ല വയ്യാകെയുണ്ട് എന്ന് കൃഷ്ണമോൾ തറപ്പിച്ചു പറഞ്ഞു. ദേ പനിക്കാനുള്ള ലക്ഷ്യമാണെന്നാ തോന്നുന്നത്, പനിക്കോളാണെന്ന് തോന്നുന്നതെന്നും പറഞ്ഞു കൊടുത്തിനെ അവൾ കൃഷ്ണമോൾ ഓടിച്ചെന്ന് കൊടുത്തിനെ ബാലചന്ദ്രനോട് പറഞ്ഞു. അച്ഛാ,
അലീന ചേച്ചിക്ക് നല്ല പനിയുണ്ട്. അലീന ചേച്ചിക്ക് തീരെ വയ്യ എന്ന് അവൾ ആവേശത്തോട് പറഞ്ഞു. ആഹാ, എന്നിട്ടോ? അദ്ദേഹം ചോദിച്ച സമയത്തിന് എന്നിട്ടെന്താ, അടുക്കളയിൽ നിന്ന് ഭയങ്കര പണിയിലാണ്. അവൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഞാൻ അലീന ചേച്ചിയെ പോയി സഹായിക്കാം. പാവം, അല്ലെങ്കിൽ അടുക്കളയ്ക്കിരുന്ന് ഇന്ന് ജോലി മുഴുവൻ ചെയ്ത് മടുക്കത്തേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണമോൾ പോവാണേ. രാവിലെ എല്ലാവർക്കും പോകണമല്ലോ. അച്ഛനാണെങ്കിലും എനിക്കാണെങ്കിലും ബബിതേച്ചിക്കാണെങ്കിലും കോളേജിലേക്ക് പോകണം. പിന്നീട് അവൾ അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ബബിത അങ്ങോട്ടേക്ക് വരണേ. അല്ല, ആർക്കാ പനിക്കോള്? ആരുടെ കാര്യമായി പറഞ്ഞത് എന്ന് ബബിത ചോദിച്ചു. അലീന ചേച്ചിയുടെ കാര്യമാണ്. പനിക്കാണെന്ന് തോന്നുന്നു. വല്ലാത്ത ക്ഷീണമുണ്ട്. അടുക്കളയിലുണ്ട്. ഞാൻ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല, കൃഷ്ണമോള് പറഞ്ഞു. അന്നേരം ബബിത വേഗം തന്നെ അടുക്കളയിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ അലീന അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഒന്ന് നോക്കിയിട്ട് അവൾ നേരെ അച്ഛൻ്റെ അടുത്തേക്ക് വന്നു. അച്ഛാ, ഒരു കാര്യം ചെയ്യ്, എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ടാരാൻ പറഞ്ഞു. ഡോക്ടർ എന്തിനാണെന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ, അല്ല, അലീന ചേച്ചിക്ക് പനിയുണ്ടെന്നാ തോന്നുന്നത്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ പോയിട്ട് ഡോക്ടറെ വിളിച്ചോണ്ട് വരാൻ ആവർത്തിക്കണേ. ബബിതയുടെ സംസാരം കേട്ടപ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുമായിരിക്കും. ഇവൾ തന്നെയാണോ ഈ സംസാരിക്കുന്നത് എന്ന രീതിയിലൊക്കെ ആയിരിക്കും നോക്കുന്നത്. അല്ല മോളെ, അത് പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇത്തിരി കഴിയുമ്പോൾ ഞാൻ മെഡിസിൻ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് കൊടുത്തോളാമെന്ന് പറയും. ദേ അച്ഛ, അച്ഛനെ വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ പോയിട്ട് ഡോക്ടറെ വിളിച്ചുകൊണ്ട് വരാം, അത് മതിയോ എന്നൊക്കെ അവൾ അല്പം ചൂടായിക്കൊണ്ട് ചോദിച്ചു. അവൾക്ക് ദേഷ്യവും സങ്കടവും ഇങ്ങനെ ഒരുമിച്ച് വരുന്നുണ്ടായിരുന്നു. അത്രക്കധികം സങ്കടമോ ദേഷ്യമോ ഭയങ്കര വെപ്രാളൊക്കെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ബബിതയ്ക്ക്. ശരി, ഞാനിപ്പോൾ പോയിട്ട് മരുന്ന് വാങ്ങിച്ചുകൊണ്ട് വരാം, ഇനി കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടറെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ അവിടെ നിന്ന് പോയി. അന്നേരം ബബിത നേരെ അലീൻ്റെ അടുത്തേക്ക് അടുക്കളയിലേക്ക് ചെന്നു. വരുന്ന സമയത്തിന് കുറച്ച് വിക്സൊക്കെ എടുത്തുകൊണ്ടാണ് അവൾ വരുന്നത്. അലീന അടുക്കളയിരിക്കായിരുന്നു. പനിയായിട്ടാണോ ചേച്ചി ഇവിടെ വന്നിരിക്കുന്നത്? ചേച്ചി ഇങ്ങോട്ടേക്ക് വാ എന്നൊക്കെ പറഞ്ഞ് അവൾ കയ്യിൽ കയറി പിടിച്ചു. എന്താ, എനിക്കിവിടെ കുറച്ചും കൂടെ പണിയുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും റെഡി ആയിട്ടില്ല എന്ന് അലീന പറയുന്ന സമയത്തന്നെ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഞാൻ കുറച്ച് ബാമ പുരട്ടിത്തരാമെന്നൊക്കെ പറഞ്ഞ് അലീനയുടെ നെറ്റിയിലിങ്ങനെ ബാമൊക്കെ പുരട്ടി കൊടുക്കുകയാണ്. ഇതെല്ലാം കണ്ട് അലീന അങ്ങനെ അന്തം വിട്ട് നിൽക്കുമായിരിക്കും. വല്ലാതെ അത്ഭുതം തോന്നുകയാണ് അലീനക്ക്. രോഹിത്തിന് പനി വന്നപ്പോൾ അവനെ എങ്ങനെയാണ് അലീന ശുശ്രൂഷിച്ചത് എന്നൊക്കെ ബബിതക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ആ ഒരു കാഴ്ചയെല്ലാം തന്നെ ബബിത നേരിട്ട് കണ്ടിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ശുശ്രൂഷിക്കേണ്ടത് താനാണെന്ന കാര്യം ആ ഒരു ബോധം ബബിതക്കുണ്ട്. അതുപോലെ തന്നെ ആ ഒരു കെയറിങ് കൊടുക്കണമെന്ന ചിന്തയായിരുന്നു അവൾക്ക്. അങ്ങനെ കയ്യും പിടിച്ചു വലിച്ചു കൊടുത്തിന് അവൾ നേരെ മുറിയിലേക്ക് പോയി. എന്നിട്ട് കിടക്കാനും പറഞ്ഞു. സാരമില്ല, എനിക്ക് കുറേയധികം ജോലി ബാക്കിയുണ്ടെന്ന് പറഞ്ഞുവെങ്കിലും അതൊക്കെ ഞാനും കൃഷ്ണമോളും കൂടി ചെയ്തോളാം. പാത്രമൊക്കെ കഴുകി വെക്കാറുണ്ട്, അതൊന്നും ചേച്ചി നോക്കണ്ട, അവൾ ഉറപ്പിച്ചു പറഞ്ഞു. അങ്ങനെ മുറിയിലേക്ക് കൊണ്ടുപോയി കിടക്കാൻ പറഞ്ഞു. വേണ്ട, ഞാൻ കിടന്നോളാമെന്ന് പറഞ്ഞിട്ടും ഷീറ്റൊക്കെ പൊതിപ്പിച്ചിട്ട് ബബിത നേരെ അടുക്കളയിലേക്ക് വന്നു. എന്നാൽ ഈ ഒരു കാഴ്ചയെല്ലാം കാണുന്ന സമയത്തിന് അലീനക്ക് ശരിക്കും ഭയങ്കര അത്ഭുതമായിരിക്കും. ബബിത കൃഷ്ണമോളെയും കൂട്ടി നേരെ കിച്ചണിലേക്ക് ചെല്ലണേ. അതെ, അലീന ചേച്ചിക്ക് വയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് രണ്ടുപേർക്കും ഇന്നത്തെ ഈ ഒരു ജോലി ചെയ്യാമെന്നൊക്കെ പറയണേ. അടുക്കളയിൽ കുറെ അധികം ജോലികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ബബിതയും കൃഷ്ണമോളും കൂടിയിട്ടായിരിക്കും അന്നത്തെ ജോലികളെല്ലാം തന്നെ ചെയ്തു തീർക്കുന്നത്. എന്നാൽ അലീനയോടുള്ള ഈ ഒരു സ്നേഹം, ബബിതക്ക് അലീനയോടുള്ള ആ ഒരു ആത്മാർത്ഥമായ സ്നേഹമെല്ലാം കാണുന്ന സമയത്തിന്റെ കൃഷ്ണമോൾക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. ബബിതയുടെ ഈ ഒരു മാറ്റം നമ്മൾ ആരും ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും. ഒത്തിരി അധികം സ്നേഹമായിരിക്കട്ടെ ബബിതക്ക് പിന്നീട് അലീനയോട്. എന്നാൽ ഇവരെല്ലാവരും അലീനയെ ഇങ്ങനെ സ്നേഹിച്ച് വീർപ്പ് മുട്ടിക്കുന്നത് കണ്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ല വൈജയന്തിക്ക്. അലീന ആ ഒരു കിടന്ന കിടപ്പിൽ തന്നെ അലീനക്കിട്ടൊരു മുട്ടം പണി കൊടുക്കുന്ന വൈജയന്തിയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അലീനക്കുള്ള നല്ല മുട്ടം പണി തന്നെ വൈജയന്തി കൊടുക്കുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളൊക്കെ ഇനി അടുത്ത എപ്പിസോഡിൽ കാണാട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.